2026 തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുന്ന ശരാശരി മലയാളികളെ ഞെട്ടിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട സംഭവം മുൻ ഇടതുപക്ഷ MLA-മാരായിരുന്ന വിശിഷ്യ CPIM-ന്റെ ദേവികുളം MLA ആയിരുന്ന ശ്രീ രാജേന്ദ്രനും നാട്ടികയിലെ CPI-യുടെ MLA ആയിരുന്ന CC മുകുന്ദനും വൈക്കത്തെ മുൻ MLA ആയിരുന്ന CPI-യുടെ അജിത്തും BJP-യിൽ ചേരുകയും അവർ മത്സര രംഗത്ത് ഇറങ്ങുകയും ചെയ്തു എന്നതാണ്. ഒരു കാലത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ശബ്ദമായി നിയമസഭയ്ക്കുള്ളിൽ പോരടിച്ച ഈ ആളുകൾക്ക് നിറം മാറി മറ്റ് പാർട്ടികളിലേക്ക്, വിശിഷ്യ കാവി പൊതിഞ്ഞ BJP-യുടെ വിഭാഗീയ രാഷ്ട്രീയത്തിലേക്ക് എത്താൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അവർ ഒരുപക്ഷെ BJP-യിലേക്ക് പോകുമ്പോൾ, അവരെ മത്സരിപ്പിക്കുമ്പോൾ അവർ സ്വപ്നം കണ്ടത് തങ്ങളുടെ ബലത്തിൽ ഈ ഇടങ്ങളിൽ അട്ടിമറി വിജയം ഉണ്ടാക്കാൻ കഴിയുമെന്നായിരുന്നു. അവരെ സ്വീകരിക്കാൻ ശ്രമിച്ച BJP-യും അവരുടെ പഴയകാല രാഷ്ട്രീയത്തോടുള്ള എന്തെങ്കിലും മമതയായിരുന്നില്ല. അവരെ വെച്ചുകൊണ്ട് തുറുപ്പ് ചീട്ടുകൾ ഇറക്കി ജനങ്ങളിടയിൽ ചില സംശയങ്ങളും മറ്റും ജനിപ്പിച്ച് ഇവരുടെ മുൻകാല പ്രവർത്തകരെ കൂടെ കൂട്ടാമെന്നായിരുന്നു അവർ ആഗ്രഹിച്ചതെങ്കിൽ അങ്ങനെ നിന്നു കൊടുക്കാൻ അതേ മണ്ഡലങ്ങളിലെ ജനങ്ങൾ തയ്യാറായില്ല എന്നതിൽ പ്രത്യേകം നമുക്ക് അഭിമാനിക്കാം. രാജേന്ദ്രൻ എന്ന സാധാരണ തോട്ടം തൊഴിലാളിയുടെ മകനായി ജനിച്ച, തോട്ടം തൊഴിലാളിയായി വളർന്ന് അവരുടെ ഇടയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ശ്രീ രാജേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏറ്റവും അവസാന നിമിഷം BJP-യുടെ ഭാഗമായി ഇടുക്കിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലാളി മേഖലയിൽ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ അയാൾക്ക് 20,000-ഓളം വോട്ടുകൾ പോലും ലഭിക്കാത്ത ഒരു താക്കീത് ആ നാട്ടുകാർ കൊടുത്തു. CC മുകുന്ദനെ സംബന്ധിച്ചിടത്തോളം നാട്ടികയിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ പോലും അയാൾക്ക് 3-ാം സ്ഥാനത്തെത്തി തൃപ്തിപ്പെടേണ്ടി വന്നു. വൈക്കത്താണെങ്കിൽ UDF-ന് അത്ഭുതകരമായ വിജയം സമ്മാനിച്ച വൈക്കത്തെ മുൻകാല CPI നേതാവായ അജിത്ത് BJP-യിലേക്ക് എത്തുമ്പോൾ BJP-ക്കാർക്കും അജിത്തിനും രാഷ്ട്രീയമായി ഒരു നേട്ടവും അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇവിടെയാണ് കേരളത്തിൽ പോലും പുരോഗമന പ്രസ്ഥാനങ്ങളിൽ ഒരിക്കൽ പ്രവർത്തിച്ച് പാരമ്പര്യ ആളുകളെ കൂടെ കൂട്ടാനും അവരെ ജനങ്ങളുടെ മുന്നിൽ ഇറക്കി അവരുടെ പഴയകാല പാരമ്പര്യത്തോടൊപ്പം BJP-യുടെ വിഭാഗ രാഷ്ട്രീയവും കൂടെ ചേർത്ത് വെച്ചാൽ ചില ഗുണങ്ങൾ ഉണ്ടാകുമെന്ന വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് BJP കണ്ണു നട്ടുകൊണ്ട് ചില പരീക്ഷണങ്ങൾ നടത്തിയത്. ആ പരീക്ഷണങ്ങൾ നടത്തിയ 3 ആളുകളെയും തോപ്പിച്ച് തൊപ്പിയിടുവാൻ ആ നാട്ടുകാർ കാട്ടിയ പ്രത്യേക താല്പര്യം BJP-ക്കാർക്ക് ഒരു പാഠമായി വരും ദിവസങ്ങളിൽ മാറുമെന്നാണ് നമ്മളുടെ പ്രതീക്ഷ. ഈ മുൻ ഇടതുപക്ഷ MLA-മാരെ BJP വിലക്കെടുക്കുമ്പോൾ അവർ നേരത്തെ ജയിച്ചു വന്ന ആ 3 അസംബ്ലി സീറ്റുകളിലും സ്ഥിരമായി ജയിച്ചുകൊണ്ടിരുന്നത് ഇടതുപക്ഷമായിരുന്നു. അതിൽ 2ഇടത്ത് ഇവരുടെ കാലുവാരൽ UDF-ന് വിജയിക്കുവാൻ അവസരമുണ്ടാക്കിയപ്പോൾ ഒരിടത്ത് വലിയ മാറ്റമൊന്നുമില്ലാതെ നാട്ടികയിൽ ഇടതുപക്ഷത്തിൻ്റെ പാരമ്പര്യം സംരക്ഷിക്കാൻ അവിടുത്തെ പ്രവർത്തകർക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട്.